എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവനവിടെ എത്ര സന്തോഷത്തോടെയാ ഞങ്ങളുടെ കൂടെ നാട്ടിലിരുന്നത്. അപ്പൊ നീയും നിന്റെ ഭാര്യയും കൂടെ എന്തൊക്കെയാ പറഞ്ഞത്? അവൻ അവിടെ നിന്നാ ശരിയാവില്ല, അച്ഛന്റെ കൂടെ പാടത്തും പറമ്പത്തും ചേറിലും ചെവിയിലൊക്കെ പോയിട്ട് എല്ലാ അസുഖങ്ങളും കുട്ടിക്ക് വരും, ഞങ്ങളുടെ ഭാഷ പഠിക്കും, സംസ്കാരം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ജോലി വേണ്ട വെച്ചിട്ടല്ലടാ അപ്പൊ രണ്ടും കൂടി ഇങ്ങോട്ട് വന്നത്. ആ വില്ലേജിൽ ഇരിക്കുന്നതിനേക്കാളും ടൗണിൽ വന്ന് സെറ്റായ കുഞ്ഞിന്റെ സ്റ്റാൻഡേർഡ് മാത്രം വിചാരിച്ചിട്ടാണ്. പിന്നെ അവിടത്തെ നല്ല ശമ്പളം ഉണ്ട്. സ്റ്റാൻഡേർഡും പൈസയും നോക്കിയിട്ട് ഇപ്പൊ എന്തായിടാ മോനെ? എന്റെ കുട്ടീന്റെ ഭാവിയല്ലേ പോയത്? ചിരിച്ചും കളിച്ചും നടക്കേണ്ട പ്രായമാ. എന്തായാലും അവനായിട്ട് ഫോൺ ചോദിച്ചിട്ടുണ്ടാവില്ലല്ലോ. നിങ്ങൾ രണ്ടും കൂടി തന്നെയല്ലേ അതവനെ ശീലിപ്പിച്ചത്? അതെങ്ങനെയാ? അച്ഛനും അമ്മയ്ക്കും മക്കളുടെ കൂടെ ചിരിച്ചും കളിച്ചും ഇരിക്കാനുള്ള സമയം വേണം. അത് പിന്നെ രണ്ടാൾക്കും ഇല്ലല്ലോ. ഏത് നേരം ആ ഓഫീസ് കൊണ്ട് നടക്കല്ലേ. അവിടെ നിന്ന് വീടെത്തിയാലോ അപ്പോഴും ഒരു റെസ്റ്റ് ഇല്ല. ഫോണ് ലാപ്ടോപ്പ് കണ്ട് ഏത് നേരം അതിന്റെ ബാക്കിൽ തന്നെ. പിന്നെ അവൻ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളടാ. അല്ല അപ്പൊ അവളെവിടെ പോയി? ഈ ഞായറാഴ്ചയായിട്ടും ഓഫീസ് ഉണ്ട് അവൾക്ക്? അവൾക്ക് ജോലിയൊന്നും ഇല്ല. കുഞ്ഞിനെ നോക്കാൻ ഒരാളെ കിട്ടും നോക്കാൻ വേണ്ടിട്ട് പ്രത്യേക വീട്ടിൽ പോയതാ. അതെങ്ങനെയാ? അമ്മനോട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് തീരെ പറ്റില്ലല്ലോ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും മക്കളെ നോക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ പുറമേ നിന്ന് ജോലിക്ക് വന്ന ഒരുത്തിക്ക്.